കബീറ തോണിയേറ്റൊക്കെ വന്നിട്ടുണ്ട്. ചാകര വരുമോ? ഇന്നലെ എത്ര കൊണ്ട്? ഇന്നലെ 5 ചാക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട്. പിന്നെ എത്ര കൊണ്ടുപോയത്? ഇജി എന്ത് തേങ്ങക്ക് വരോടെ ഈ സാധനമായിട്ട് മീൻ കിട്ടുമെന്ന് പറയാണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിരുന്നല്ലോ. ഇതായിട്ട് മീൻ പിടിക്കുന്നൊക്കെ. വലിഞ്ഞ എന്റെ വീട്ടിൽ പോയി പോടാ ചങ്ങയോടെ. അടാ ഈ വലിയ കയറൊക്കെ കിട്ടിയണല്ലോ മേൾക്ക്. ഈ തോണി എവിടുന്നാ? എൻ്റെ ഒന്നും അല്ലല്ലേ, കണ്ടവരെ തോണി കയറിക്കാണ്ടാ കളിക്കുന്നത്. തോണിയോ? ഇത് സംഭവം നമ്മുടെ ഉച്ചക്ക് വന്നിങ്ങനെ ഒരു ക്ലിയർ ഇട്ടുന്നില്ലല്ലോ. എടാ മരമൊക്കെ നിൽക്കുക, ആ മരം മുറിക്കല്ലോട്ടാ. ചെക്കന്മാരെ മീൻ പിടിക്കുന്ന ഏരിയയാണ്. അത് ചള്ളൊക്കെ വിട്ടുട്ടാ. നെഗറ്റീവ്സും പറയല്ലേ യൂട്യൂബിലല്ലേ. ആ ചങ്ങലൊക്കെ എനിക്ക് മറ്റേ പാട്ട ചങ്ങല ഇട്ടണു. ഇത് ബോട്ടാണല്ലോ ചങ്ങലാട്ടാന്. ഇജ എന്താ കാട്ടുന്നത്? സർക്കസ് കളിക്കാ? നീ സർക്കസിൽ പോയിട്ടുണ്ടോ? ഇജ എപ്പ വെച്ചത്? ഇത് വെക്കുമ്പോ പറയണ്ടേ, നമുക്ക് തുടക്കം തൊട്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാനല്ലോ. കബീർ ഫേമസ് ആയിട്ടാ. ഇജ എന്താ കബീറെ കാട്ടുന്നത്? സുഹൃത്തുക്കളെ, നമ്മുടെ കബീർ എന്തായാലും മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും അയാളൊന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെന്തൊക്കെ സെറ്റപ്പ് കാട്ടുന്നുണ്ട്. ഇപ്പോൾ 2 വ്യക്തികൾ ഇവിടെ കാണാനൊക്കെ വന്നിട്ടുണ്ട് കബീറിൻ്റെ മീൻപിടുത്തം. ഇന്നലെ എത്ര വന്നായിരുന്നു? വാളനൊക്കെ പിടിച്ചോ? ആള് തോണിയായിട്ടൊക്കെ വലിയ സെറ്റപ്പിലാണല്ലോ വന്നിട്ട്. തോണിന്ന് മറിയോ? ചെയ്തോളി, നമ്മോട് ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. മറ്റേത് പോയി എടുത്താണ്ട് മടങ്ങിപ്പോയാ എവിടെടോ? ഞങ്ങൾക്ക് കറക്റ്റ് ഞങ്ങൾക്ക് നോക്കിക്കാനുള്ളൂ. ഞാൻ പോയിക്കോ, സണ്ടർക്ക് പോയിക്കോ. അവിടെ നിന്ന് ഒടിച്ചു പോന്നാണ്. ഞാൻ കണ്ട മോശമാണ്. എന്റെ വണ്ടി ആരും വേറെ പോയി പറ്റുവോ? അതാ ഇതൊക്കെ ആരാണ് മുതലാണേ. കബീർ ഇങ്ങോട്ട് വാ, സാധനം എടുത്തിട്ട് വാടാ. ആള് തോണിയിൽ എങ്ങോട്ടോ യാത്ര ചെയ്യാട്ടോ. വൈഫടിച്ചാൻ വേണ്ടി പോയിക്കോ. എങ്ങനെ തൊഴിഞ്ഞാലും ആടെ പോളൂ. പടിഞ്ഞാട്ടെ ആളൊരു യാത്രയൊക്കെ ചെയ്തിട്ട് വരും കേട്ടോ. നാടൻ പാട്ട രസം.
നാടൻ പാട്ട എന്ത് രസം. കലാമണിന്റെ അത് നിനക്ക് ബോധമുണ്ടായാൽ മതിന്ന്. ഇതിപ്പോ 10,000 റുപ്യൊക്കെ വില ഉണ്ടാവോ തുണിക്ക്? $1 ലക്ഷം റുപ്യ മീൻ കിട്ടണ്ടേ, എന്നാലും മുതലാവുള്ളൂ. കബീറിനെ പോലത്തെ മീൻ പിടുത്തക്കാരുണ്ടാകുമ്പോൾ 1 ലക്ഷമല്ല 10 ലക്ഷത്തിൻ്റെ മീൻ പിടിക്കുവാന് വന്നിപ്പോ ചാക്ക് പറഞ്ഞു ചാക്കില് മീന്. അതങ്ങനെ വലൻ്റെ ഉള്ളിൽ കൊടുക്കണത് ഓട്ടയും തിരിച്ചു പോവില്ല. എനിക്കറിയില്ല, കബീറിനോട് ചോദിച്ചേക്ക്. കബീറാണ് എല്ലാം. സാധനം നോക്കടോ, പെട്ടെന്ന് എടുത്തിട്ട് വാ. 1 മണിക്കൂറിൽ ഒറ്റ വലിയ കളിച്ചോ ചൂണ്ടൽ കളിക്കണത്. അങ്ങനെ ഒന്നുമില്ല, സാധാരണ എടുത്താൽ മതി. കനണ്ടാ നീ പോര്. ആ സുഹൃത്തുക്കളെ ആളെ പറ്റിച്ചിട്ടാ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ പയ്യന്മാര് പറഞ്ഞവർക്കേ ചാനലൊക്കെ എല്ലാവരും അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത്. ഇത് പക്ക ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ നമുക്ക് ഒരുപാട് മീൻ കിട്ടിയായിരുന്നു. മീനുള്ള സ്ഥലത്ത് ഇടണം എന്നാണ് ഇതിന്റെ അർത്ഥം. മീൻ ഇല്ലാത്തടത്ത് പോയിട്ട് ഇടണം ഒന്നും കിട്ടൂല. ഈ സാധനം കണ്ടില്ല, ആരും വാങ്ങരുത് ഓൺലൈനില്. ഇതെന്താണ് ഇതൊക്കെ എന്താ പറഞ്ഞാല് ബിസിനസ് ഇതാണ്. നമ്മളെന്താ വെച്ചാൽ ഇതിപ്പോ ഓരോ ചൈനക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് താത്തിക്കാണ്ട് നിറച്ച് മീൻ പൊന്തിച്ചുമ്പോ അതൊക്കെ ചതിയാണ്. നമ്മള് വഞ്ചിതരാവരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് പൈസ വെറുതെ നഷ്ടമാണ്. ഇതണ്ട അതണ്ട, ഇതിനുള്ളിൽ ഞങ്ങൾ കോഴിപ്പാർസ് ഇട്ടിട്ട് ഒരു സാധനം കിട്ടിയില്ല. അപ്പൊ നമ്മള് സാധാരണ ജനങ്ങൾ ഇതില് വിഡ്ഢികളാവരുത്. ജനങ്ങള് ഇങ്ങോട്ട് കേറുന്നാണ്ട് പറയും, ഇത് വെറുതെയാണ്. കേറുന്നാണ്ട് പറയും. ഞങ്ങളിത് 2-3 മണിക്കൂർ ഇട്ടിട്ട് മീൻ കേറിയിട്ടില്ല. കേറിന്നാണ്ട് പറയടാ, എന്നാലല്ല ആൾക്കാരിന്റെ മുഖം ശരിക്കും കാണുള്ളൂ. ആ തോണി ആദ്യം കെട്ടിയിട്. തല മാറി കിട്ടാ കെട്ടിയിടണെങ്കിൽ ഒന്നുകൂടി പിടിച്ചോണ്ടി വരും. ഫോട്ടോ എടുക്കണ്ടേ ഫോട്ടോ? ആ അങ്ങനെയുണ്ടല്ലേ. ഇതിപ്പോ 100 ആൾക്കാർ കാണും കബീറിന്റെ വീഡിയോ. കബീറിന് അയച്ചു കൊടുക്കാം. സ്റ്റാർട്ട് വെച്ചോട്ടെ. നമുക്ക് നേട്ടം കിട്ടും. ഓന്റെ വണ്ടി പോയി അടുത്ത വാക്ക് വെച്ചുവാ ഇല്ല. ഓനെ കൊണ്ടുവണ്ടി അയാൾ എടുത്തോട്ടെ. ഇവനുണ്ടാവും നാടൻ പാട്ട്. കലാമണിന്റെ കലാമണി നാടൻ പാട്ട്. സുഹൃത്തുക്കളെ, കബീറിന്റെ ഫസ്റ്റ് വീഡിയോ കേട്ടോ അത്. അപ്പോൾ ഇതുപോലത്തെ ഇനി രസകരമായ ഒരുപാട് വീഡിയോസ് ഇനിയും കാണാനുണ്ടാവും. ഇനി കബീറിൻ്റെ അടുത്ത ഫിഷിംഗ് വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഉണ്ടാവും. എന്തായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ കബീർ പറയും. ഇത് സത്യം പറയട്ടെ കബീർ, ഈ ഏരിയൻ്റെ കുഴപ്പമില്ല, താങ്കളെ കുഴപ്പമാണ്. ആ, അല്ലാണ്ട് ഈ ഏരിയനെ പറ്റി ഇങ്ങനെ പറയരുത് കേട്ടാ. കബീറ, എനിക്ക് മീൻ കിട്ടുമോ? എവിടെ നിന്നറിയോ? ഇവിടെ ആരെയും വിൽക്കാൻ കൊണ്ടുവന്ന ചങ്ങ, ആ മീൻ അടിച്ചാൽ മതി. കെട്ടിട്. അത് ഈ ബോട്ടുമ്മൽ ഫിഷിംഗ് വ്ളോഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഷിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ
ആളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഏതാന്ന് എനിക്കറിയില്ല. എനിക്ക് അപ്പുറത്തെ കടവ് പോയി കുളിച്ചിനാടി അല്ല ഈ പങ്കായ എടുത്തുകൊണ്ട് ഒന്ന് വീശിയാൽ പോരേനിയാ. മൊത്തം വേസ്റ്റും പോയിനല്ലോ. ഇതിപ്പോ എന്തെങ്കിലും സംഭവിക്കണം. സംഭവിച്ചാൽ സൂപ്പറാവും. സംഭവിച്ചാല് ഇതിപ്പോ മറ്റേ ലത്തീഫ് ഗുണമായി എന്റെ വൈബ് സംഭവിക്കണം. നമ്മളിപ്പോ എന്തേ പൊളിഞ്ഞിട്ടി മൂന്ന് കാണ്ട് എന്തെങ്കിലും പറ്റണം. ഡേഞ്ചർ ആവുമ്പോഴേ അത് ഓനക്ക് എന്താ പറ്റി വരുമ്പോ എല്ലാവരും കാണും വീഡിയോ. ഏത് ഏത് തോട്ടിൽ ഇതിന്റെ പ്രയോജനം തോട്ടിലാണ്. അതിന്റെ കെട്ടയച്ച് അടിയിൽ നിങ്ങളെ കെബിറ സൂപ്പറായിട്ട് എടുത്താണ്. ഏതായാലും മീൻ പിടിക്കാൻ പാർട്സൊക്കെ ഇടാൻ അറിയാം. പക്ഷെ പാർട്സ് കയ്യേറ്റ് പിടിക്കാൻ മാത്രം അറിയില്ല അയാൾക്ക്. തിന്നാനറിയാം അല്ലേ? ആ ഇല എടുത്ത് ഒഴിവാക്കടോ. എന്റെ ചാനൽ എന്ത് ചാനലാണോ? ഒരാളെ പരിഹസിക്കലല്ല, ഒരു കണ്ടന്റ് വേണം. ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തും ചെയ്യും. ജനങ്ങൾക്ക് ഞാൻ അതുകൊണ്ടല്ല എൻ്റെ നാടൻ പണിക്കാരെ പോയ കാണിച്ചു കൊടുത്തോക്കാം. മലിനമായി പ്രകൃതി കാണിക്കും. ഈ പോയ മലിനമായി കിടക്കണ്ടില്ലേ? ഇത് മലിനമായി എടുക്കുന്ന വെള്ളം പുറത്തുനിന്ന് പമ്പയിപ്പിച്ചാൽ പറയടാ. ഞാൻ എന്റെ കണ്ടന്റ് കണ്ടു, എന്റെ ഒരു ബഷേ കണ്ടു. ഞാൻ അതിൻ്റെ ഉള്ളത്തെ വേസ്റ്റ് എടുത്ത് ഒഴിവാക്കി, ആ ഇല എടുത്ത് ഒഴിവാക്കിയാ. ആൾക്കാർ കാണുകയാണ്. ആൾക്കാർക്കൊക്കെ ആ സുഹൃത്തുക്കളെ പറഞ്ഞു കേട്ടില്ല, ആൾക്കാരും കാണൂലെന്നേ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടല്ലോ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇത് തീർത്തു കൊടുക്കേ. ഇതേപോലത്തെ ഓരോരുത്തരെ ആഭാസം കേട്ടിട്ട് കാര്യമില്ല. ആഭാസങ്ങളൊക്കെ നിങ്ങൾ പറയും, ആ കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കണ്ടാങ്ങും. നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. ഇത് ഇവിടുന്ന് കാണുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ പല വീഡിയോസും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.